ടു മൈ ബ്ലോഗ്. ഞാനൊരു പാവം ടൊയോട്ട ലാൻഡ് ക്രൂസർ പിക്കപ്പ് ട്രക്കാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിസ്മോ കുട്ടനെ കാണാൻ പോകുന്നതാണ്. കുറച്ച് നാളായി ഞങ്ങളൊന്ന് കണ്ടിട്ട്. ഇന്ന് ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾ കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്ക് നിസ്മോ കുട്ടനെ ഒന്ന് പോയി കാണാം. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയും തണുപ്പും നല്ല കോടമഞ്ഞൊക്കെ കയറി കിടക്കുന്നു. നിസ്മോനെയാണ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തായാലും നമ്മൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയേക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. സാധാരണ ഞാനാണ് എപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്നത്. ഓൾറെഡി എന്നെ കാത്തു നിന്ന് മടുത്ത് ബോറടിച്ച് കാണും. എന്താണോ ഇന്ന് രാവിലെ മുതൽ നിസ്മോനെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ലായിരുന്നു. സാധാരണ അവനെ വിളിച്ച അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതാണ്. ഇന്നെന്തോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും എന്റെ ഫോണിൽ വല്ല കംപ്ലൈന്റ് കാര്യങ്ങളോ വല്ല ആയിരിക്കും. നമുക്ക് പോയി നോക്കാം. ഇവിടെ വരാമെന്നാണല്ലോ പറഞ്ഞത്. അവനാണ് കാണാനുമില്ല. ഓ, ഇനി ചിലപ്പോ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഡ്രിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് പോയതായിരിക്കും. സാരില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് അങ്ങോട്ടുള്ള വഴി. ഇച്ചിരി മോശം വഴിയാണ്, പക്ഷെ നമുക്കിതൊന്നും ഉള്ള ഒരു സീനുള്ള കാര്യമല്ല. ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ മോശം വഴികളിലൂടെ നമ്മൾ ഒരു കയറി പോവും. റോഡിനൊക്കെ ഒരു ചെറിയ തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും സീനല്ല. ഇനി വിഷ്ണു അവിടെ എല്ലാം തെന്നി അടിച്ച് വീണ് കിടക്കുകയാണോ എന്താ, പോയി ചെല്ലുമ്പോ അറിയാം എന്നാ പാടാവൂ. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാം പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. ഇതൊക്കെ എന്ത്? ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണാനില്ലല്ലോ. ഇവൻ ഈ ആളെ വിളിച്ചു വരുത്തി കളിയാക്കുവാണ്. ബ്ലാഡി ഫുൾ. മച്ചൻ ഡ്രിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന എപ്പോഴും എവിടെയാണ്? നീ അപ്പുറത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വല്ലതും പോയി കാണുമോ? എന്തായാലും പോയി നോക്കാം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. രാവിലത്തെ മഴയും കോടമഞ്ഞും കൂടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ നല്ല രീതിയിൽ മൂളിപ്പാട്ട് പാടേണ്ടത്. പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. വാവ്, നല്ല ബ്യൂട്ടിഫുൾ സ്റ്റേഡിയം. നല്ല തണുത്ത് കിടക്കും. ഇവിടെ ഇല്ല, വന്ന വഴിയെ പോവേണ്ടി വരും. നനഞ്ഞ ബുള്ളറ്റ് ടയർ പിടിക്കുന്നില്ല. ഓ, പണി പാളിയല്ലോ. കയറാനും ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മളെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഇതിലും വലുത് നമ്മൾ കയറിയിരിക്കുന്നു. ഒരു ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ആവുന്നേ ഉള്ളൂ. നിസ്സാരം, ഇതൊക്കെ വളരെ നിസ്സാര കാര്യമല്ലേ. ഞാനിപ്പോ ഓടിക്കേറാം. ഫുൾ പവർ വരട്ടെ. അത്രേ ഉള്ളൂ. എന്നെ ഈ മഴയത്ത് നനയാൻ പറ്റിട്ട് ഇവനിത് എവിടെ പോയി കിടക്കും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവം. ഇതിലും പോയി നോക്കാം. ആകെ മൊത്തം തെന്നിത്തെറിച്ച് ഒരുമാതിരി കിടക്കും. ഒരുമാതിരി വല്ലാത്ത ദിവസമായിട്ട്. എന്റെ ഓഫ് റോഡിങ് സ്കിൽസ് ഒക്കെ നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ വെറും ചീള്, വളരെ ചെറിയ നിസ്സാരമായ റോഡുകൾ മാത്രം. മനെ എടുത്തിട്ടൊരു ചെളിവുണ്ടെങ്കിൽ ഒരു ഗുമ്മുള്ള മനെ ഒരു സാമൂതിട് മോൻ ചെറുപ്പട്ടെ. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം ചെള്ളകുത്തിയാലമ്പോ കിടക്കുന്നു. ചെള്ളക്കടയിൽ കൂടെ വേണമല്ലോ ഈശ്വര ഞാൻ പോവാൻ. ഈ നിസ്മോനെ കൊണ്ട് തോറ്റു പോത്തേ ഉള്ളു. റോഡിന്റെ നടുവിൽ മരം വെട്ടിയിട്ടേക്കുന്നു. ഏതവനാടാ മനുഷ്യന് യാത്ര ചെയ്യേണ്ട വഴിയിൽ കൂടെ കൊണ്ട് മരം വെട്ടിയിട്ടേക്കുന്നു? ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ്. അയ്യോ,
ഇതൊക്കെ വെറും നിസ്സാരം. ഓ, ഇനി മഴയായതുകൊണ്ട് നൈസായിട്ട് ഷെഡിൽ കയറി സൈഡായിട്ടിരിക്കുമായിരിക്കും. എന്തായാലും ഇവിടെ കൂടിയേ ഉള്ളൂ ഇനി നോക്കാനായിട്ടുള്ള. കയറി ഒന്ന് നോക്കാം. ഓ, ഇതെന്താ അങ്ങോട്ട് തെന്നുന്നല്ലോ. സാരമില്ല, മഴയൊക്കെ പെയ്ത് കിടക്കുകയല്ലേ, അങ്ങോട്ട് ടയറ് പിടിക്കുന്നില്ല. എങ്കിലും നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഇതൊക്കെ അങ്ങ് ഓടിക്കാറും. അത്രേ ഉള്ളൂ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇവിടെ ഇല്ല. അപ്പം നമുക്കിനി ആകെപ്പടം നോക്കാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ആ കാടിന്റെ അപ്പുറത്തെ വഴിയിൽ വല്ലതും കാണും. അവിടെ പോയി നോക്കാം. ഈ വന്ന വഴിപ്പട നമ്മൾ പിന്നെയും പോണം. സാരമില്ല, റിവേഴ്സിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ചിലപ്പോൾ മോന്തയും കുത്തി വീഴും. അപ്പൊ ഇവിടെ ഇല്ല. മിക്കവാറും അവൻ ഇന്ന് വന്നിട്ടില്ല. അത് തന്നെ കാര്യം. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവൻ ഫോൺ എടുക്കുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കാം. എടാ, നീ ഇതെവിടാ? എന്നോട് വരാൻ പറഞ്ഞ് ഞാനിവിടെ വന്ന് നിന്നെ കാണുന്നില്ലല്ലോ. നീ എവിടാ? വേറെ അറിയൂ. എന്റെ 4 ടയറും പഞ്ചറായി. ഞാനിവിടെ വീട്ടില് സൈഡായി കിടക്കുക. മൊത്തത്തിൽ ശോകമായ അവസ്ഥ. പറ്റുമെങ്കിൽ നീ ഇങ്ങോട്ട് വാ. ടയറിന് പോസ്റ്റായിട്ട് നീ കിടന്നിട്ടാണോ നീ എന്നെ എത്ര നേരമായിട്ട് വിളിക്കായിരുന്നേ? ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ പറഞ്ഞെത്തത്തില്ലേ? ഞാനിപ്പോ ഇവിടെ ആ ഗ്രൗണ്ടിൽ നിൽക്കുക. ഒരു 10 മിനിറ്റ് ഞാൻ എത്തിക്കഴിഞ്ഞ്. നീ റെഡി ആയിട്ടിരുന്നു. നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോവാം.